സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്തയിലേക്ക് നോക്കാം. പ്രധാന വാർത്തകൾ. സിപിഎമ്മിൽ കത്ത് ചോർച്ചാ വിവാദം കത്തുന്നു. രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ അടങ്ങിയ പരാതി കിട്ടിയിട്ടും സിപിഎം ഗൗരവമായി എടുത്തില്ല. ഷർഷാദ് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ സിപിഎം സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയത് 2024 മെയിൽ. ഒരു വർഷത്തിനിപ്പുറം മധുര പാർട്ടി കോൺഗ്രസിൽ രാജേഷ് കൃഷ്ണയെ പ്രതിനിധിയാക്കിയത് പരാതി മറച്ചുവെച്ച്. രാജേഷ് കൃഷ്ണയ്ക്കെതിരെ 2022 PBക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും എടുത്തില്ലെന്ന് പരാതിക്കാരനായ മുഹമ്മദ് ഷർഷാദ്. 2025 മധുര പാർട്ടി കോൺഗ്രസിൽ രാജേഷ് കൃഷ്ണയെ പ്രതിനിധിയാക്കി. ഇതറിഞ്ഞാണ് 2022 അതേ പരാതി വീണ്ടും നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതെന്നും ഷർഷാദ് ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ. ക്രൈസ്തവ സഭകൾക്കെതിരെ ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല. ഇന്ത്യയിലെമ്പാടും നടക്കുന്ന നിർബന്ധിത മതപരിവർത്തനത്തിന് ചരട് വലിക്കുന്നത് കേരളത്തിലെ സഭകൾ. തൊഴിൽ കടത്തിന്റെ പേരിൽ സഭകൾ തട്ടിക്കുന്ന പണത്തിന്റെ അളവ് അന്വേഷിക്കണം. തെളിവുകൾ കയ്യിലുണ്ടെന്നും ശശികല ന്യൂസ് 18 Q18. BJP ന്യൂനപക്ഷ പ്രീണനത്തിന് നടക്കരുതെന്ന പരോക്ഷ വിമർശനവുമായി KP ശശികല. ന്യൂനപക്ഷവും ഭൂരിപക്ഷവും നോക്കി ജനങ്ങളെ വേർതിരിക്കാൻ നടക്കരുത്. ആരെങ്കിലും സോപ്പിട്ട് വോട്ട് കിട്ടാൻ നടക്കരുത്. ശരിയോ തെറ്റോ അറിയാതെ കന്യാസ്ത്രീകളെ രക്ഷിക്കാൻ ഓടാൻ എല്ലാവരും ഉണ്ടായി. ശബരിമല പ്രക്ഷോഭ കാലത്ത് തനിക്കെതിരെ കള്ളക്കേസെടുത്തപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും അനങ്ങിയില്ലെന്നും ശശികല Q18. ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ഇന്നറിയാം. തുഷാർ ഗാന്ധി, ശാസ്ത്രജ്ഞൻ അണ്ണാദുരൈ എന്നിവരുടെ പേരുകളടക്കം പരിഗണനയ്ക്ക്. വോട്ട് ചോരി വിഷയത്തിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ഇംപീച്ച്മെന്റ് സാധ്യത തേടി പ്രതിപക്ഷം. വോട്ട് ചോരിയിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടധികാർ യാത്ര 3ാം ദിനത്തിലേക്ക്. ഇന്ത്യ ചൈന നിർണായക ചർച്ചകൾ ഇന്ന്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തിയേക്കും. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയിലും വെടിനിർത്തൽ ധാരണയില്ല. ചർച്ചയ്ക്കിടെ പുടിനുമായി സംസാരിച്ച് ട്രംപ്. യുക്രൈന്റെ ഭാവി സുരക്ഷയ്ക്ക് ഉറപ്പുകൾ നൽകി. വൻ പ്രഖ്യാപനങ്ങളില്ലാതെ നേതാക്കളുടെ വാർത്താ സമ്മേളനം. ഹമാസിന്റെ വെടിനിർത്തലിനോട് ഇസ്രായേലിന്റെ പ്രതികരണം എന്ത്? നെതന്യാഹുവിന്റെ തീരുമാനം കാത്ത് ലോകരാജ്യങ്ങൾ. ഖത്തർ, ഈജിപ്ത് മധ്യസ്ഥ ചർച്ചയിൽ ഹമാസ് സമ്മതിച്ചത് 60 ദിവസത്തെ വെടിനിർത്തൽ 2 ഘട്ടമായി മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കാമെന്നും ഹമാസ്. സംസ്ഥാനത്ത് ഇന്നും മഴ മുന്നറിയിപ്പ്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പാലക്കാട് ജില്ലയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കനത്ത മഴയിൽ ഇടുക്കിയിലെ വിവിധ ഡാമുകളിലേക്കുള്ള നീരൊഴുക്കിൽ വൻ വർധന. മാട്ടുപ്പെട്ടി, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ അണക്കെട്ടുകളിൽ റെഡ് അലർട്ട്. ജലനിരപ്പ് ഉയർന്നത് വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്തതോടെ. വരും ദിവസങ്ങളിലും മഴ തുടർന്നാൽ കൂടുതൽ ഡാമുകളും പരമാവധി സംഭരണശേഷിയിലേക്ക് എത്തും. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. തൃക്കാക്കര പോലീസ് കോടതിയിൽ വിശദീകരണം നൽകും. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവതി. വേടനെതിരായ കൂടുതൽ പരാതികൾ. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം അന്വേഷിക്കാൻ നിയമിച്ച പ്രത്യേക സംഘം ഇന്ന് കണ്ണൂരിലെത്തും. ജസ്റ്റിസ് CN രാമചന്ദ്രൻ, മുൻ DGP ജേക്കബ് പുന്നൂസ് എന്നിവർ സമിതി അംഗങ്ങൾ. ഉന്നത ജയിൽ ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴിയെടുക്കും. മുഴുവൻ ജീവനക്കാരോടും ഹാജരാകാൻ നിർദ്ദേശം. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ ജാഗ്രത ശക്തമാക്കിയ ആരോഗ്യവകുപ്പ്. മലിനജലത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശം. ജലാശയങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യാൻ നടപടി. രോഗം ബാധിച്ച കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. വിശദമായി നോക്കാം.
രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ അടങ്ങിയ പരാതി കിട്ടിയിട്ടും CPM അത് കാര്യമായി എടുത്തില്ല. 2024 മെയ്യിലാണ് ഷർഷാദ് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ CPM സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയത്. ഒരു വർഷത്തിനിപ്പുറം മധുര പാർട്ടി കോൺഗ്രസിൽ രാജേഷ് കൃഷ്ണയെ പ്രതിനിധിയാക്കിയത് ഈ പരാതി മറച്ചുവെച്ചാണ്. രാജേഷ് കൃഷ്ണയ്ക്ക് പാർട്ടിയിലുള്ള സ്വാധീനവും നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന് രാജേഷ് കൃഷ്ണയിലുള്ള വിശ്വാസവുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. രാജേഷ് കൃഷ്ണയ്ക്കെതിരെ 2022 PBക്ക് പരാതി നൽകിയിട്ടും പാർട്ടി ഒരു നടപടിയും എടുത്തില്ലെന്ന് പരാതിക്കാരനായ മുഹമ്മദ് ഷർഷാദ്. 2025 മധുര പാർട്ടി കോൺഗ്രസിൽ രാജേഷ് കൃഷ്ണയെ പ്രതിനിധിയാക്കി ഇതറിഞ്ഞാണ് 2022 അതേ പരാതി വീണ്ടും നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതെന്നും ഷർഷാദ് ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ പറഞ്ഞു. അതെ, ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിന്റെ അകത്ത് കൊടുത്ത കത്ത്, അതിനകത്ത് പാർട്ടി നേതാക്കന്മാരെ പറ്റി എനിക്ക് പറയുന്നതിൽ എന്താ തെറ്റ്? ഞാൻ പുറത്തു കൊടുത്തതല്ലോ. എന്തുകൊണ്ട് ആ കത്ത് ഇത്ര വർഷമായിട്ട് പുറത്തു വന്നില്ല? ഇത്ര വർഷം എന്തുകൊണ്ട് ആ കത്ത് പുറത്തു വന്നില്ല? ഇപ്പം ഇത്ര 3 വർഷം കഴിഞ്ഞിട്ട് പുറത്തു വരാൻ കാരണം നിങ്ങൾ തെളിയിക്കൂ. ഞാൻ പുറത്തു കൊണ്ടുവന്നെന്നുള്ളത് നിങ്ങൾ തെളിയിക്കൂ. ഞാൻ പുറത്തു കൊണ്ടുവന്നെന്നുള്ളത് നിങ്ങൾ തെളിയിക്കൂ. മലയാള പരാതി AKG സെൻറ്ററിൽ നിന്ന് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇവരുടെ ഇന്റേണൽ പാർട്ടി പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കോടിയേരിയുടെ മരണത്തിന്റെ സമയത്ത് തന്നെ അത് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ മലയാള പരാതിയാണ് ഈ പറഞ്ഞ ഓൺലൈൻ മാധ്യമക്കാരൻ്റെ കയ്യിലും എല്ലാവരുടെ കയ്യിലും ഉള്ളത്. അത് സർക്കുലേറ്റ് ചെയ്തത് ഞാനല്ല, മറ്റ് പല സ്ഥലത്തുനിന്നും അത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ഒറ്റൊരു ചോദ്യം, എൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് ജനറൽ സെക്രട്ടറിക്ക് ഞാനൊരു പേഴ്സണൽ മെയിൽ അയക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ മെയിൽ ID യിൽ MABaby83 67 അങ്ങനെ എന്തോ ഒരു മെയിൽ ID ഉണ്ട്. പേഴ്സണൽ മെയിൽ ID ആണ്. വേറെ ഒരാൾക്ക് ഒരു CCU ഇല്ല. അപ്പോൾ അത് എവിടുന്ന് ലീക്കായി? ഇത്ര ദിവസം കൊണ്ട് എവിടുന്ന് ലീക്കായി? പ്രിന്റ് എടുത്ത് സ്കാൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പ്രിന്റ് എടുത്ത് അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ സർക്കുലേറ്റ് ചെയ്ത സാധനമാണെന്ന്. കണ്ടുപിടിക്കൂ നിങ്ങൾ. അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. 2022 നമുക്കറിയാം ഷർഷാദ് രാജേഷിനെതിരെ പരാതി നൽകിയതാണ് കോടിയേരി ബാലകൃഷ്ണൻ. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതാണ് രാജേഷുമായി അകലം പാലിക്കാൻ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിർദ്ദേശം വന്നതാണ്. പക്ഷെ അദ്ദേഹം മാറി ഇപ്പോൾ MV ഗോവിന്ദൻ ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ 2025 എങ്ങനെയാണ് ഈ രാജേഷ് പാർട്ടി കോൺഗ്രസിലെ പ്രതിനിധിയായി എത്തിയത്? ആരായിരിക്കും അതിന് പിന്നിൽ? ആരൊക്കെയാണ് ഇയാളെ സംരക്ഷിക്കുന്നത്? എന്താണ് മനസ്സിലാക്കേണ്ടത് അരുൺ? ഭവ്യ, 2022 കണ്ണൂർ പാർട്ടി കോൺഗ്രസ് തന്നെ ഇയാളെ പ്രതിനിധിയാക്കാൻ ശ്രമം നടന്നിരുന്നു. പക്ഷേ അതിന് തൊട്ട് മുമ്പാണ് സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന് ഒരു കത്ത് കിട്ടുന്നത്. ഷർഷാദിന്റെ കത്ത് ഇത്തരത്തിൽ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കത്ത് വളരെ ജാഗ്രതയോടുകൂടി കോടിയേരി ബാലകൃഷ്ണ കത്ത് കൈകാര്യം ചെയ്തെന്നാണ് വ്യക്തമാകുന്നത്. കാരണം തൊട്ടു പിന്നാലെ അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. അതുകൊണ്ട് തന്നെ ലണ്ടനിൽ നിന്ന് പ്രതിനിധി തിരഞ്ഞെടുക്കുമ്പോൾ രാജേഷ് കൃഷ്ണന്റെ പേര് അതിലുണ്ടായതില്ല. രാജേഷ് കൃഷ്ണനെ അവിടെ നിന്ന് പ്രതിനിധിയാക്കാൻ വലിയ ശ്രമം നടന്നിരുന്നു. പക്ഷേ അത് വെട്ടിയത് കോടിയേരി ബാലകൃഷ്ണനാണ്. 2022 കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയോടുകൂടി കോടിയേരി ബാലകൃഷ്ണൻ രാജേഷ് കൃഷ്ണ എന്ന ഈ വിവാദ നായകനെ CPM UK നിന്നുള്ള CPM നേതാവിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. പക്ഷേ കോടിയേരിയുടെ മരണശേഷം വീണ്ടും MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആകുന്നു. അവിടെ ഇയാൾ വീണ്ടും പാർട്ടിയിൽ ശക്തനാവുകയായിരുന്നു. അവിടെയാണ് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം, ആരാണ് ഇയാളെ സംരക്ഷിക്കുന്നത്? സ്വാഭാവികമായും സംശയ മുന സാഹചര്യം അനുസരിച്ച് നീളുന്നത് MV ഗോവിന്ദനിലേക്കാണ്. അദ്ദേഹവുമായി അടുത്ത കുടുംബ ബന്ധമുള്ളയാളാണ് രാജേഷ് കൃഷ്ണ. ശ്യാംജിത്ത് എന്ന MV ഗോവിന്ദന്റെ മകന്റെ അടുത്ത സുഹൃത്ത്. അങ്ങനെ ആ പരാതി പാർട്ടിക്ക് മുന്നിൽ 2022 തന്നെ ഉണ്ട്. മലയാളത്തിലുള്ള പരാതി, ഷർഷാദ് പറഞ്ഞ മലയാളത്തിലുള്ള പരാതി തന്നെയാണ് കോടിയേരിക്ക് നൽകിയത്. 2025 പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സ്വാഭാവികമായും ഓവർസീസ് ഘടകങ്ങളുടെയും സമ്മേളനം നടക്കേണ്ടതുണ്ട്. അശോക് ധാവളയാണ് ഇവിടെ നിന്ന് പങ്കെടുത്തത്. അന്ന് രാജേഷ് കൃഷ്ണയെ ആ ഘടകത്തിന്റെ സെക്രട്ടറി ആക്കാനുള്ള നീക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ പൊളിറ്റ് ബ്യൂറോ വളരെ കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു, ഇയാളെ സെക്രട്ടറി ആക്കരുത്. അന്ന് അവിടെ നടന്ന പാർട്ടി സമ്മേളനത്തിൽ ഉയർന്നു വന്ന പേര് രാജേഷ് കൃഷ്ണയുടേതാണ്, സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു വന്ന പേര്. പക്ഷേ അശോക് ധാവള ഇടപെട്ടു, അദ്ദേഹത്തെ സെക്രട്ടറി ആക്കാൻ കഴിയില്ല നിലപാടെടുത്തു. പക്ഷേ സെക്രട്ടറി ആക്കിയില്ലെങ്കിലും ഇയാൾ ഈ പാർട്ടിയുടെ സമ്മേളന പ്രതിനിധി പട്ടികയിൽ, നമ്മുടെ സെക്രട്ടറിക്കൊപ്പം പ്രതിനിധി പട്ടികയിൽ രാജേഷ് കൃഷ്ണയും ഉൾപ്പെട്ടു. അതിനിടെയാണ് ഈ വിവാദം. ഈ 2024 MV ഗോവിന്ദൻ സെക്രട്ടറി ആയത്
തൊട്ടു മുമ്പാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് ഷർഷാദ് അഭിമുഖം നൽകിയത്. അതിൽ എം.വി. ഗോവിന്ദനടക്കമുള്ള നേതാക്കളുമായി ഇയാളുടെ ബന്ധത്തെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. എം.വി. ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്തിന്റെ ഇയാളുമായി അടുപ്പത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അത് വലിയ വിവാദമായി മാറിയതിനെ തുടർന്നാണ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനും അതുപോലെ തന്നെ അതിന്റെ കോപ്പി കേന്ദ്ര നേതൃത്വത്തിനുമൊക്കെ വെച്ചുകൊണ്ട് ഒരു ഇമെയിൽ കൂടി ഷർഷാദ് അയച്ചത്. അതാണ് നമ്മൾ ഇന്നലെ പുറത്തുവിട്ട 2024 മെയ് 17 CPM-ന്റെ നേതാക്കൾക്ക് ലഭിച്ച ആ നിർണായകമായ കത്ത്. അതിൽ പക്ഷേ ഇപ്പോൾ ആരോപിക്കുന്ന പോലെ എം.വി. ഗോവിന്ദൻ അല്ലെങ്കിൽ ആ ഓൺലൈൻ അഭിമുഖത്തിൽ ആരോപിച്ചതുപോലെ എം.വി. ഗോവിന്ദനും മകനുമെതിരെ ആരോപണമൊന്നുമില്ല. പകരം താൻ ഏറ്റവും ബഹുമാനത്തോടെ കാണുന്ന നേതാക്കൾ ഒരാളാണ് എം.വി. ഗോവിന്ദനൊക്കെ അദ്ദേഹത്തെ പുലർത്തിക്കൊണ്ടുള്ള കത്ത്. രാജേഷ് കൃഷ്ണ എങ്ങനെയാണ് പാർട്ടിയെ കബളിപ്പിച്ച് സ്ഥാനമാനങ്ങൾ നേടുന്നതും പാർട്ടി നേതാക്കളുടെ പേരിൽ മറ്റ് തട്ടിപ്പ് നടത്തുന്നതും വിശദമാകുന്ന കത്താണ് 2024 മെയ് 17 നൽകുന്നത്. ശ്രദ്ധിക്കേണ്ടത് 2022 കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ കത്ത്, 2024 സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനും ഒരുപോലെ നൽകിയ മെയിൽ, ഇതൊക്കെ നിൽക്കുമ്പോഴാണ് 2025 PBയുടെ കൃത്യമായ നീക്കമുണ്ടായിരുന്നു, ഇയാളെ സെക്രട്ടറി ആക്കരുത്, അത്ര തടസ്സം അടക്കം അതിലുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് വീണ്ടും പാർട്ടി കോൺഗ്രസിലെ പ്രതിനിധിയായി ഇയാൾ വരുന്നത്. അത് അതാണ് അരുൺ, ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ തന്നെ ഇയാളെ ചേർത്ത് പിടിക്കുന്നു. അത് ആര്, എന്തിന് എന്ന് നമ്മൾ ചോദിക്കുന്നു. അതേ സമയത്ത് തന്നെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പാർട്ടിയിൽ രാജേഷ് കൃഷ്ണയ്ക്കുള്ള സ്വാധീനവും പാർട്ടിയിലെ നേതൃത്വത്തിന് വളരെ വേണ്ടപ്പെട്ടവനാണ് ഇയാൾ എന്നുള്ളതുമല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അരുൺ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. 2025 മധുര പാർട്ടി കോൺഗ്രസ് ഇയാൾ പ്രതിയായി എത്തുന്നപ്പോൾ ഷർഷാദ് വീണ്ടും ഇടപെടുകയാണ്. ഷർഷാദ് അദ്ദേഹം ചെന്നൈയിൽ താമസിക്കുന്ന ആളുടെ കൂടിയാണ്. അവിടെയുള്ള നേതാക്കളുടെ കൂടി സഹായത്തോടു കൂടി ഈ കത്ത് അശോക് ധാവളേക്ക് വീണ്ടും ഒരു കത്ത് നൽകുന്നു. അശോക് ധാവളേക്ക് നൽകാൻ കാരണം ഈ പാർട്ടിയുടെ UK ഘടകത്തിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തത് അശോക് ധാവളെയാണ്. അതുകൊണ്ട് തന്നെ അശോക് ധാവളേക്ക് ഒരു കത്ത് വീണ്ടും ഷർഷാദ് ഇംഗ്ലീഷ് നൽകുന്നു. ആ കത്താണ് ഇപ്പോൾ പുറത്തായ ഏറെക്കുറെ വ്യക്തമാണ്. PBക്ക് നൽകിയ കത്താണ്. ആ കത്തിലാണ് ഈ കാര്യങ്ങൾ വീണ്ടും ചൂണ്ടിക്കാട്ടിയത്. ഇയാളുടെ പാർട്ടി നേതാക്കളുമായുള്ള ബന്ധം, എം.വി. ഗോവിന്ദന്റെ മകനുമായുള്ള ബന്ധം, അത്തരത്തിൽ ഏത് തരത്തിലാണ് ഇയാൾ പാർട്ടി നേതാക്കളുടെ പേര് പറഞ്ഞ് ദുസ്വാധീനം ചെലുത്തുന്നത്, എവിടെയൊക്കെയാണ് ഇയാളുടെ ചില പദ്ധതികൾ, ഇയാളുടെ ഇടപെടൽ അത് പിന്നീട് നടക്കാതെ പോയത്, അത് പാർട്ടിക്കും സർക്കാരിനുമൊക്കെ അവമതിപ്പുണ്ടാക്കിയെന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുള്ള കത്ത്, ഇപ്പോൾ പുറത്തു വന്ന കത്ത് മധുര പാർട്ടി കോൺഗ്രസ് തൊട്ടു മുമ്പാണ് ഈ PB അംഗം അശോക് ധാവളേക്ക് നൽകുന്നത്. ആ സമയം ഇയാൾ ലണ്ടനിൽ നിന്ന് കേരളത്തിൽ എത്തിക്കഴിഞ്ഞു, മധുരയിൽ എത്തിക്കഴിഞ്ഞു. കേരളത്തിലെ മധുരയിൽ, നമ്മളിവിടെ മധുരയിൽ ഇയാളെ കണ്ടതാണ്. മധുരയിൽ ഇയാൾ എത്തിക്കഴിഞ്ഞു. ഫേസ്ബുക്കിലൊക്കെ ഇയാൾ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ പോകുന്ന കുറിപ്പിടുകയും ചെയ്തതാണ്. അങ്ങനെയാണ് ഷർഷാദ് ഈ വിവരം വീണ്ടും അറിയുകയും അദ്ദേഹം ഈ കത്ത് നൽകുകയും ചെയ്യുന്നത്. പാർട്ടി പ്രതിനിധി സമ്മേളനം തൊട്ട് തലേ ദിവസം ഇപ്പോൾ കെ അനിൽകുമാർ നമുക്കൊപ്പം ചേർന്നു. ശ്രീ കെ അനിൽകുമാർ, ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും 2022 പരാതി കിട്ടുന്നു, കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പറഞ്ഞു, പക്ഷേ ഇത്തരത്തിൽ ഗുരുതരമായ പരാതി കിട്ടിയിട്ട് പോലും 2025 പാർട്ടി കോൺഗ്രസിൽ അടക്കം ഈ രാജേഷ് കൃഷ്ണ പ്രതിനിധിയായത് എന്തുകൊണ്ടായിരിക്കും? അല്ല, ഈ പെണ്ണ് കിട്ടിയില്ല പെങ്ങളെ കെട്ടരുത് എന്നൊരു പ്രയോഗം നാട്ടിലുണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് വാർത്താ ദാരിദ്ര്യം ഉണ്ടെങ്കിൽ ആ വാർത്താ ദാരിദ്ര്യം ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്. എന്തൊരു കഷ്ടമാണ് കാണിക്കുന്നത്. മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു അധമ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു ചാനല്, അവര് ഏതാണ്ട് കുറെ നാൾ മുമ്പ് തന്നെ 3 എപ്പിസോഡായിട്ട് വിളമ്പിയ സാധനങ്ങളാണ് ഇപ്പൊ കേരളത്തിൽ CPM-നെതിരെ ഏതോ രഹസ്യം. ഇയാള് തന്നെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇതിന്റെ കോപ്പി തരാം, ഞാനൊരു പരാതി പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്, കോപ്പി വേണ്ടവർ ഓടി വരൂ. ഇങ്ങനെ പറഞ്ഞൊരു സാധനം ഈ നാട്ടിൽ വിളമ്പിയിട്ട് ഇത്ര കൊല്ലമായി. ഇതെല്ലാം നാടൻപാട് ചർച്ച ചെയ്തിട്ട് ഇതെല്ലാം പച്ച കള്ളമാണെന്ന് തെളിഞ്ഞ് ഇയാൾ പാർട്ടിക്ക് മാപ്പെഴുതി കൊടുത്തു. ഗോവിന്ദൻ മാഷെ കുറിച്ച് ഞാൻ അങ്ങനെ പറയാനിടയിൽ അതിൽ ഖേദിക്കുന്നു, എന്നോടൊന്നും തോന്നരുത്. അങ്ങനെ പാർട്ടിക്ക് മാപ്പപേക്ഷ എഴുതി തന്നവരുടെ സ്വന്തം ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ പ്രാദ്യം. അവരിങ്ങനെ അനാഥമായിട്ട് നടക്കുന്ന കണ്ടില്ലേ, അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടില്ലേ? ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തുടക്കം തൊട്ടുള്ള വാക്കുകൾ മനസ്സിലാക്കിയാൽ അത് തൊടുന്നവർക്കെല്ലാം എന്ത് സംഭവിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് മാധ്യമങ്ങൾ നടക്കരുത്. നിങ്ങൾക്ക് വേറൊന്നും കിട്ടിക്കാണുകയല്ലേ മാർക്സിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കാൻ. അല്ല, അങ്ങനെ ഇതിലൊരു കാര്യവുമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ പാർട്ടി കോൺഗ്രസിന് തലേന്ന് ഈ രാജേഷ് കൃഷ്ണനെ ഒഴിവാക്കിയത്? നിങ്ങൾ ഏത് ലോകത്താണ്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണോ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന ഒരാൾ പങ്കെടുക്കേണ്ടതില്ല എന്ന് പറയുന്നത്? ഒരു വിഷയം സംബന്ധിച്ച് പാർട്ടിക്ക് മുന്നിൽ പരാതി വന്നാൽ ആ പരാതി പാർട്ടി പരിശോധിക്കും. അതിൽ ചിലപ്പോൾ തീരുമാനം എടുക്കാൻ വൈകുന്നുണ്ടാവും. അപ്പൊ ശരി, ഒരു കാര്യം ചെയ്ത് തൽക്കാലം മാറി നിൽക്കാൻ പറയും. പിന്നീടാണ് അതിന്റെ വസ്തുതകൾ പൂർണ്ണമായി പരിശോധിക്കുക. ഇതൊക്കെ ആർക്കാ അറിയില്ലാത്തത്? അതോടുകൂടി അയാൾ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പാർട്ടി വിലയിരുത്തിയോ?
അങ്ങനെ വിലയിരുത്തിയിട്ടുണ്ടെ പിന്നെ എന്തിനാണ് ഈ പാർട്ടിക്കെതിരെ യുദ്ധം നടന്നത്? പാർട്ടി നീതി കൊടുത്തില്ലേ? ഈ മാന്യം തന്നെ പറഞ്ഞത് എന്താണ്? കൊടിയേരിക്ക് പരാതി കൊടുത്തു, കൊടിയേരി ഇവരെ എല്ലാം ഒഴിവാക്കിയെടുത്തു, ഇയാളെ ഒഴിവാക്കിയെടുത്തു. എന്റെ പരാതി പരിഹരിച്ചു. പിന്നീട് വീണ്ടും പാർട്ടി കോൺഗ്രസ് വരുന്നു അറിഞ്ഞപ്പോഴാണ് ഞാൻ അശ്വത്ഥാവിനെ കാണാൻ പോയത്. ഇംഗ്ലീഷിൽ എഴുതി കൊടുത്തു. അതിന്റെ കോപ്പിയാണ് ലോകം മുഴുവൻ അയാളത്തൊക്കെ ഇൻസ്റ്റയിൽ പങ്കുവെച്ചത്. ഇതെല്ലാം ഉണ്ടായി കഴിഞ്ഞ് അയാളെ മാറ്റിക്കെടുത്ത് കഴിഞ്ഞ് വീണ്ടും ഇപ്പൊ ഇതുമായിട്ട് വരാൻ കാരണം എന്താണ്? അപ്പൊ ഒറ്റ കാര്യമുള്ളൂ, ആ ബാലൻസ് കൊടുക്കാനുള്ള കാശ് കൊടുക്കാതെ ഒളിച്ചു നടക്കാണ് പുള്ളി. ഇന്നലെ അദ്ദേഹം നാട് വിട്ടിട്ടുണ്ട്, കാരണം ഇവിടെ കേസ് പ്രതിയാണ്. ഇത്തരം ക്രിമിനലുകളുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ വർത്തമാനം പറയാൻ നടക്കുന്ന മാധ്യമങ്ങളെ കുറിച്ച് ഞങ്ങൾ സഹതപിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഭയപ്പെടുകയല്ല ചെയ്യുന്നത്, നിങ്ങളെ ജനങ്ങൾ തിരിച്ചറിയുന്നു മാധ്യമങ്ങൾ മനസ്സിലാക്കണം. അനിൽകുമാർ സർഷാദ് ക്രിമിനൽ ആയിരിക്കാം, അദ്ദേഹം ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാത്ത ആളായിരിക്കാം. രാജേഷ് കൃഷ്ണ അങ്ങേക്ക് അറിയാമോ? അദ്ദേഹം മാന്യനാണോ? രാജേഷ് കൃഷ്ണ തികഞ്ഞ ഒരു കോമ്രേഡ് ആണോ? നിങ്ങളിപ്പോ എന്നോട് സംസാരിക്കുന്ന ഒരാൾ മാന്യനാണോ എന്ന് എന്നോട് ഒരാൾ ചോദിച്ചു. ഞാൻ ആണെന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറിച്ച് എനിക്ക് എത്ര അറിയില്ല. നിങ്ങൾ അല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറിച്ച് അറിയാത്ത ഒരാൾ ഞാൻ അങ്ങനെ അഭിപ്രായം പറയും? ഒരു വ്യക്തിയാണ് രാജേഷ് കൃഷ്ണ. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഞാൻ മാന്യനാണെന്ന് ചോദിച്ചത് റോഡിൽ പോകുന്ന ആരെയെങ്കിലോ നിങ്ങളുടെ പാർട്ടിയുടെ ഞാൻ ചോദിച്ചത് റോഡിൽ പോകുന്ന ഏതെങ്കിലും സാധാരണക്കാരനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയക്കാരനെയോ നിങ്ങളുടെ UK ഘടകത്തിന്റെ നേതാവായി, നിങ്ങളുടെ UK ഘടകത്തിന്റെ പ്രതിനിധിയായി CPM-മായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് മാന്യതാ സർട്ടിഫിക്കറ്റ് UK ഘടകത്തിന്റെ പ്രതിനിധിയായി പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ പാർട്ടി തീരുമാനിച്ച ആളെ പറ്റിയാണ് ചോദിച്ചത്. അതെ, അത് തന്നെയാണ് പറയുന്നത്. അയാൾക്ക് പാർട്ടി കോൺഗ്രസ് പങ്കെടുക്കാൻ നിങ്ങളുടെ പാർട്ടി തീരുമാനിച്ച ആളെ പറ്റിയാണ് ചോദിക്കുന്നത്. ആ വ്യക്തി പാർട്ടി അംഗമാണ്. അയാളുടെ പേരിൽ CPM നടപടി എടുത്തിട്ടില്ല. ആ പാർട്ടി അംഗമായിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം പാർട്ടി അംഗം എന്ന നിലയ്ക്ക് പാലിക്കേണ്ട പാർട്ടിപരമായ മര്യാദകൾ പാലിച്ച് പ്രവർത്തിക്കുന്നതായിട്ടാണ് പാർട്ടിയുടെ ധാരണ. അതിനപ്പുറം ഒരു വസ്തുതയും പാർട്ടിയുടെ മുമ്പിലില്ല. അവിടെ ഒരു ആക്ഷേപം എന്തുകൊണ്ട് കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ഒഴിവാക്കി? കോടിയേരി ബാലകൃഷ്ണൻ കിട്ടിയ പരാതി കിട്ടുമ്പോൾ അദ്ദേഹത്തെ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഒഴിവാക്കി, പങ്കെടുക്കാൻ അനുവദിച്ചില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ഒഴിവാക്കി. വീണ്ടും മധുരയിലെത്തുമ്പോൾ നിങ്ങൾ പ്രതിനിധിയെ തീരുമാനിക്കുകയും അദ്ദേഹം അവിടെ വരികയും ചെയ്തു, മധുരയിൽ എത്തുകയും ചെയ്തു. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന വ്യക്തി അതുകൊണ്ട് മലയാളിയായതുകൊണ്ട് ഇവിടെ കേസെടുക്കാവോ? ഇവിടെ കല്യാണം ചെയ്യണ്ടേ? ഇവിടെ മലയാളി ആയതുകൊണ്ട് പറയട്ടെ, കല്യാണം നടന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ കേസ് കൊടുത്തു. ആ കേസിൽ 3 വിധി അവർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആ വിധി ആദ്യം വായിച്ചു നോക്ക്. അതുകൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ഷർഷാദിന്റെ പിന്നിൽ നിങ്ങൾ വിളിക്കണ്ട. നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ എന്തെങ്കിലും വസ്തുതാപരമായ കാര്യം ഉണ്ടെങ്കിൽ, തന്റെ ഇടം ഉണ്ടെങ്കിൽ ആ ന്യൂസ് 18 ചാനലിൽ പറഞ്ഞു. ഷർഷാദിന്റെ പിന്നിൽ വിളിക്കണ്ട. അയാൾ ആരാന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഇനി ചർച്ച വേണ്ട. നിങ്ങൾക്ക് നേരിട്ട് പറയാൻ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് അയാളോട് വേറെ പണി നോക്കാൻ പറയും. അയാൾ ആദ്യം ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കട്ടെ. മറുനാടൻ മലയാളി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു പേടി, ഒരു ഭയമില്ല? എന്തിനാണ് ഇന്നലെ ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കിട്ടിയ പരാതിയൊക്കെ നിങ്ങൾ പുറത്തുവിട്ടിട്ട് ഇങ്ങനെ ഈ തരത്തിൽ ഒരു പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നത്? 2024 ഇയാൾക്കെതിരെ MP ഗോവിന്ദനും ശ്യാംജിത്തിനുമെതിരെ പരാതി ഇല്ലായിരുന്നു ഷർഷാദ് എന്ന കത്തൊക്കെ നിങ്ങൾ പാർട്ടി രേഖയൊക്കെ പുറത്തുവിടുകയല്ലേ? അപ്പൊ അത്രത്തോളം നിങ്ങൾ ഭയക്കല്ലേ ഷർഷാദിന്റെ ആരോപണങ്ങളിൽ? അതിന് മറുപടി പറയാം. ഷർഷാദ് മറുനാടൻ മലയാളിയുടെ ചാനലില് 3 വീഡിയോ പങ്കിട്ടു. 3 വീഡിയോ പുറത്തിറക്കി. ആ വീഡിയോയ്ക്ക് മാപ്പ് പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് കത്തെഴുതി. അപ്പൊ പാർട്ടിയോട് മാപ്പ് പറഞ്ഞ ആളാണ് ഇദ്ദേഹം. ഗോവിന്ദൻ മാഷെ കുറിച്ച് യാതൊരു ആക്ഷേപം എനിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. ഗോവിന്ദൻ മാഷെ ആരാധിക്കുന്ന ആളാണ് ഞാനെന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. അങ്ങനെ ഒരാൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് പാർട്ടിക്ക് തന്നെ കത്ത് ഞങ്ങൾ പുറത്തുവിട്ടാൽ നിങ്ങൾക്ക് തന്നെ വിഷമം, ന്യൂസ് 18 വിഷമം. ഞങ്ങളുടെ പാർട്ടിക്ക് അയാളൊരു കത്ത് തന്നു, ഞങ്ങളത് പുറത്തു വിട്ടു. നിങ്ങൾക്ക് തന്നെ വിഷമം. അത് അയാളുടെ ഉത്തരവാദിത്തമല്ലേ? നിങ്ങൾക്ക് എന്താ സങ്കടം? അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്നത് പൊളിഞ്ഞുപോയി, അത്രേ ഉള്ളൂ. അത് പൊളിയുക തന്നെ ചെയ്യും. അധികം ആയുസൊന്നുമില്ല. ഇന്നത്തെ കൊണ്ടൊക്കെ ചർച്ച തീരും കേട്ടാ. ഒരു ചുക്കും ഇതിനകത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീരും. അപ്പൊ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും ചുക്കുമില്ലെങ്കിൽ നന്നായി. പക്ഷേ ആരോപണം ഇപ്പോൾ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ആ കത്ത് മുഖവിലേക്കെടുത്ത് തന്നെയാണ് ഇയാളെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഒഴിവാക്കിയതുമാണ്. അതൊന്നും ഒരിക്കലും എന്ത് ചുക്കും ചുണ്ണാമ്പും ഇല്ലാതായാലും അവസാനിക്കുന്നതല്ല. അതൊരു വസ്തുത തന്നെയാണ് അനിൽകുമാർ.
യെസ്, വളരെ നന്ദി ശ്രീ അനിൽകുമാർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. വി അരുൺ തുടരുന്നുണ്ട് വിവരങ്ങളും. അരുൺ, നമ്മൾ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു പരാതിയേ ഇല്ല എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ നേതാക്കൾ തന്നെ പ്രതികരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, ഇന്നലെ ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞത് അതിങ്ങനെയാണ്, അസംബന്ധ നാടകമാണ്, പരാതി അർത്ഥമില്ലാത്തതെന്നാണ് ഇന്നലെ എം വി ഗോവിന്ദൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും ചോദിക്കുന്നു, 2025 എങ്ങനെയായിരിക്കും പാർട്ടി കോൺഗ്രസിൽ, എന്തുകൊണ്ടായിരിക്കും ഇയാൾ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുപ്പിക്കാതിരുന്നെന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഈ രാജേഷിനെതിരെ ഷർഷാദ് പറഞ്ഞത് ശരിയായതുകൊണ്ടായിരിക്കില്ലേ അദ്ദേഹത്തെ 2025 ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുപ്പിക്കാതിരുന്നത്? അങ്ങനെയാണെങ്കിൽ മറ്റു കാര്യങ്ങൾ എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ എങ്ങനെയായിരിക്കും അസംബന്ധമാകുന്നത്? അരുൺ. ഭവ്യ, തീർത്തും വൈരുദ്ധ്യം നിറഞ്ഞ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഈ അനിൽകുമാർ നടത്തുന്നത്, CPIനെ പ്രതിരോധിക്കാനെന്ന വണ്ണം നടത്തുന്നത്. കാരണം ആ കത്തിൽ മുഖവിലേക്ക് എടുക്കുന്നില്ല, അല്ലെങ്കിൽ കത്ത് ശരിയല്ല എന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ അതേ കത്ത്, ആ ശരിയല്ല എന്ന കത്ത് മുഖവിലേക്ക് എടുത്തു തന്നെയാണ് അവർ പാർട്ടി കോൺഗ്രസിൽ നിന്ന് 2025 മധുര പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഈ രാജേഷ് കൃഷ്ണയെ മാറ്റി നിർത്തി. അതായത് ആ കത്ത് ഉള്ളപ്പോൾ തന്നെ അയാളെ പാർട്ടി കോൺഗ്രസിലെ പ്രതിനിധിയാക്കുന്നു, സംസ്ഥാന പാർട്ടി ഘടകത്തിലെ സെക്രട്ടറിയാക്കാൻ ശ്രമം നടക്കുന്നു. PBയുടെ ഇടപെടൽ കൊണ്ട്, അശോക് ദാവളെയാണ് പങ്കെടുത്ത സമ്മേളനത്തിൽ, ആ ഇടപെടൽ കൊണ്ട് അയാളെ സെക്രട്ടറിയാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ സെക്രട്ടറി ആക്കാതെ മാറ്റി നിർത്തിയ ആളെ പാർട്ടി കോൺഗ്രസ് പ്രതിയാക്കുന്നു. വീണ്ടും ആ പരാതി വരുമ്പോൾ അതേ പരാതിയിൽ പുതുതായി ഒന്നുമില്ല. നേരത്തെ എന്താണോ കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ പരാതി, എന്താണോ 2024 CPIന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് അടക്കം ഇമെയിലിലൂടെ നൽകിയ പരാതി, അതേ വസ്തുതകൾ ഉന്നയിച്ചുകൊണ്ട്, അതേ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അതേ കണക്കുകൾ നിർത്തിക്കൊണ്ടുള്ള ഒരു പരാതി കിട്ടുമ്പോൾ പാർട്ടി കോൺഗ്രസ് തൊട്ടു മുമ്പ് പാർട്ടി കോൺഗ്രസ് പ്രതിനിധിയായി ലണ്ടനിൽ നിന്ന്, UK നിന്ന് മധുര വരെ എത്തിയ രാജേഷ് കൃഷ്ണയെ അവിടെ വന്ന ശേഷം നിങ്ങൾ ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് വേദിയിലേക്ക് കയറണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നു. അതാണ് ആ കത്തിന്റെ എത്രത്തോളം ഗൗരവ സ്വഭാവമുള്ളതെന്ന് CPIയുടെ PB തിരിച്ചറിയുന്നു. പക്ഷേ കേരള നേതാക്കൾക്ക് ഇപ്പോഴും അത് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ല എന്ന് അഭിനയിക്കുന്നു. സ്വാഭാവികമായും ഈ കത്തിലുള്ളത് ഗൗരവതരമായ ആരോപണമാണ്. അതുകൊണ്ട് തന്നെയാണ് അയാളെ പാർട്ടി കോൺഗ്രസ് പ്രതിസ്ഥാനത്ത് CPI മാറ്റി നിർത്തിയത്. ഇപ്പോൾ ഈ ന്യായീകരിക്കാനും ഷർഷാദിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഷർഷാദിന്റെ ആരോപണങ്ങൾ തന്നെയാണ് പാർട്ടി മുഖവിലേക്ക് എടുത്തയാളെ മാറ്റി നിർത്തിയത്. ഇപ്പോൾ ഷർഷാദിനെതിരെയുള്ള ആരോപണങ്ങൾ ഓരോന്നായി ഇവർ പറയുകയാണ്. ക്രിമിനൽ കേസ് പ്രതി എന്നൊക്കെയുള്ള ആരോപണം സ്വാഭാവികം ഷർഷാദാണ് അത് വിശദീകരിക്കേണ്ടത്. എങ്കിലും ഒരേ പരാതി രണ്ട് തരത്തിൽ കാണുന്നു CPIന്റെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എന്ന് വ്യക്തമാക്കുന്നതാണ് അനിൽകുമാറിന്റെ ഈ പ്രതിരോധ ശ്രമം. ശരി, എന്തായാലും രാജേഷ് കൃഷ്ണയ്ക്കെതിരെ 2022 PBക്ക് പരാതി നൽകിയിട്ടും പാർട്ടി ഒരു നടപടിയും എടുത്തില്ലെന്നാണ് പരാതിക്കാരനായ മുഹമ്മദ് ഷർഷാദ് പറയുന്നത്. 2025 മധുര പാർട്ടി കോൺഗ്രസിൽ രാജേഷ് കൃഷ്ണയെ പ്രതിനിധിയാക്കി ഇതറിഞ്ഞാണ് 2022 അതേ പരാതി വീണ്ടും നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതെന്നും ഷർഷാദ് ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ പറഞ്ഞു. ഷർഷാദിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. സമയം ശ്രീ ഷർഷാദ് ഇവിടെ പറയുന്നത്, ഇപ്പോഴത്തെ പ്രതിരോധം എന്ന് പറയുന്നത് താങ്കൾ കൊടുത്ത പരാതി ഉണ്ടല്ലോ, 2022 കൊടുത്ത പരാതി, അത് ശരിക്കും എന്തായിരുന്നു? ഒരു കവറിംഗ് ലെറ്റർ മാത്രമായിരുന്നോ, അതോ അതോടൊപ്പം കുറേയേറെ രേഖകളും ഉൾപ്പെടുന്നതായിരുന്നോ? ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുന്നു, ഡൽഹി ഹൈക്കോടതിയിൽ എത്തിയത് ഈ കത്തും രേഖകളും എല്ലാം ചേർന്ന ഒന്നാണോ, അതോ വെറും ഈ പറയുന്ന കത്ത് മാത്രമാണോ? അതാണെങ്കിൽ നേരത്തെ സർക്കുലേറ്റ് ചെയ്തത് തന്നെയാണെന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത്. രാജേഷ് എന്നത് പറയുകയും ചെയ്തിരുന്നു, MP രാജേഷ്. അല്ല, ഇതിൽ ഞാൻ 2022 കൊടുത്ത കത്ത് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം കുറച്ച് എവിഡൻസ് ഒക്കെ ചേർത്തിട്ടായിരുന്നു കൊടുത്തിരുന്നത്. അത് മലയാളത്തിലുള്ള ലെറ്റർ ആയിരുന്നു, ഇംഗ്ലീഷിലുള്ള ലെറ്റർ അല്ല. മലയാളത്തിലുള്ള ലെറ്റർ ആയിരുന്നു, ഇംഗ്ലീഷിലുള്ള ലെറ്റർ അല്ല. ആ ലെറ്റർ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടിയേരി അന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് അകലം പാലിക്കണമെന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും ചെയ്യപ്പെട്ടതും അതിനുശേഷം കുറച്ചു കാലം പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്തു. പിന്നീട് പാർട്ടി സെക്രട്ടറി മാറിയ സമയത്ത് പൂർവാധിക ശക്തിയോട് കൂടിയിട്ട് തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് ആയിട്ട് ബന്ധപ്പെട്ട് വീണ്ടും പാർട്ടി കോൺഗ്രസ്സിൽ ഇദ്ദേഹത്തിനകത്ത് പ്രതിനിധിയായി തെരഞ്ഞെടുത്തെന്ന് കണ്ടപ്പം UK നിന്നാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. അവിടെ നിന്നുള്ള കുറച്ച് ഇദ്ദേഹത്തിൻ്റെതായ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്നിട്ട് എങ്ങനെയെങ്കിലും ഇത് തടയണമല്ല, നമുക്കൊക്കെ അപമാനമാണ്, നിങ്ങളുടെ കയ്യിലുള്ള എവിഡൻസ് ഒക്കെ വെച്ച് നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ ന്യൂസ് ഒന്ന് PBയിൽ എത്തിക്കണം. അപ്പോൾ PBയിൽ എത്തിക്കാൻ എനിക്ക് കേരള സ്റ്റേറ്റിൽ നിന്ന് ഒരു സപ്പോർട്ടും കിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ പിന്നെ എന്തെങ്കിലും ഒരു വഴിയിൽ തന്നെ എനിക്ക്, കാരണം ഇവൻ പാർട്ടി കോൺഗ്രസ്സിൽ കൂടെ പങ്കെടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഇവൻ ശക്തനാവുകയാണ് പാർട്ടിയുടെ ഇടയിൽ. അപ്പോൾ ഒരു തട്ടിപ്പ് വീരൻ പാർട്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ വളർന്നു വരുമ്പോൾ നമുക്കൊക്കെ അത് വലിയ പ്രയാസമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റേതായ സോഴ്സിൽ കൂടെ തമിഴ്നാട് സ്റ്റേറ്റ് കമ്മിറ്റി മുഖേന അശോക് ദവാളജീനെ ബന്ധപ്പെടുകയും അദ്ദേഹം പേഴ്സണലായിട്ട് മെയിൽ ID തരികയും ആ മെയിൽ IDയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു മലയാളം കിട്ടിയതിനെ കൊണ്ട് എനിക്ക് കാര്യമില്ല, ഇംഗ്ലീഷ് വേണമെന്നുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് ഞാനത് മണിക്കൂറുകളോടെ ഇരുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഇംഗ്ലീഷ് ഞാൻ കൊടുത്തത് അദ്ദേഹത്തിന്. ആ ഇംഗ്ലീഷിൽ കൊടുത്ത സംഗതിയാണ് ഇപ്പം ഈ എവിഡൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്.
CPM-നെതിരെ ഉയർന്നത് അൽപായുസ് മാത്രമുള്ള വിവാദങ്ങളെന്നാണ് പി ജയരാജൻ പറയുന്നത്. കത്ത് വിവാദം അത്തരത്തിലൊന്നാണ്. ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയെന്ന് പറഞ്ഞ വലതുപക്ഷ മാധ്യമങ്ങളാണ് വിവാദത്തിന് പിന്നിലെന്നും പി ജയരാജൻ കുറ്റപ്പെടുത്തി. CPM-നെതിരെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇങ്ങനെ അൽപായുസുള്ള വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. അതേപോലെ ഈ കത്ത് വിവാദവും അൽപായുസ് മാത്രമുള്ളൊരു കാര്യമായി കെട്ടടങ്ങും. അതാണ് സംബന്ധിച്ച് പറയുന്നത്. അത് പലതും പറയും. നിങ്ങൾ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയെന്ന് അപവാദം പ്രചരിപ്പിച്ചവരാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ. അപ്പോൾ ആ മാധ്യമങ്ങൾ CPM വിരുദ്ധ വാർത്തകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് അവസാനം ഉണ്ടാകും. വി അരുണാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കേണ്ടതുള്ളതിന് മുൻപ് ഒരു ഇടവേള. ബലാത്സംഗ കേസിൽ പ്രതിയായ റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ നൽകും വിവരങ്ങൾ. ആജ്ഞ, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഒരു യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് ഇന്ന് വേടന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ദിവസം മറ്റ് 2 യുവതികൾ കൂടി മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഇത്തരത്തിൽ ബലാത്സംഗ പരാതി നൽകിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഈ പശ്ചാത്തലമൊക്കെ നിലനിൽക്കുമ്പോൾ ഇന്ന് വേടന് ജാമ്യം കിട്ടാനുള്ള സാധ്യത അത് എത്രമാത്രമുണ്ട്? കോടതി എപ്പോഴത്തേക്ക് ജാമ്യാപേക്ഷ പരിഗണിക്കും? ഭവ്യ സൂചിപ്പിച്ചതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇന്നലെ അതിജീവിത കോടതിയിൽ കക്ഷി ചേർന്നിരുന്നു. അതിജീവിതയുടെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമേ ഈ കേസിൽ തീരുമാനമുണ്ടാകാവൂ എന്നുള്ള സുപ്രീം കോടതി വിധി അനുസരിച്ചിട്ടാണ് അത്തരത്തിലൊരു നീക്കം കൂടി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിജീവിത വേടൻ ഇത് നിരന്തരം സ്ഥിരം കുറ്റവാളിയാണ് എന്ന് തന്നെയാണ് കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, 2 പെൺകുട്ടികൾ കൂടി ഇത്തരം വേടന്റെ ലൈംഗിക വൈകൃതത്തിന് അടിമകളായിട്ടുണ്ട്. 2 പെൺകുട്ടികൾ കൂടി, നിരവധി പേർ ഇത്തരം ലൈംഗിക വൈകൃതത്തിന് അടിമകളായിട്ടുണ്ട്. 2 പെൺകുട്ടികൾ കൂടി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയിരിക്കുന്നുവെന്നും കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഈ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ട് കേസിന്റെ വിധി ഇന്നത്തേക്ക് മാറ്റിയത്, ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഇന്നത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഭവ്യ സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാരണങ്ങൾ കൂടി ഈ ജാമ്യം ഏത് തരത്തിൽ അനുവദിക്കുമെന്നുള്ള കാര്യത്തിൽ, അതല്ലാതെ എങ്ങനെയാണ് കോടതിയുടെ നിരീക്ഷണം എന്നുള്ള കാര്യത്തിൽ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല, ഈ തെളിവുകൾ, ഈ അതിജീവിതയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഹാജരാക്കാനുള്ള സമയമാണ് കോടതി കൊടുത്തിരിക്കുന്നത്. അത് ഇന്ന് തന്നെ ഹാജരാക്കി. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്റ്റഗ്രാം ചാറ്റിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട 31,000 രൂപ പലതവണയായി വേടൻ തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് കോടതിയിൽ അതിജീവിത ഹാജരാക്കുമെന്നാണ് അറിയുന്നത്. അതുമാത്രമല്ല, നേരത്തെ തന്നെ ഇത്തരം, അതായത് വേടൻ അറസ്റ്റിലാകുമ്പോൾ തന്നെ, അതല്ലെങ്കിൽ നേരത്തെ ഇത്തരം ആരോപണം ഉന്നയിക്കുമ്പോൾ, വേടൻ അറസ്റ്റിലാകുമ്പോഴല്ല, ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ വേടൻ എന്ന് പറഞ്ഞിരുന്നു ഇനി തനിക്കെതിരെ നിരന്തരം ഇത്തരം പരാതികൾ വരും എന്നൊരു സൂചന കൂടി വേടൻ നേരത്തെ നൽകിയിരുന്നു. പക്ഷേ ഈ പറയുന്നത് പോലെ ഇത്തരം, അതായത് തന്റെ പ്രശസ്തി ഉപയോഗപ്പെടുത്തി മറ്റുള്ള പെൺകുട്ടികളെ ഇത്തരം ലൈംഗിക വൈകൃതത്തിനും ലൈംഗിക ദുരുപയോഗത്തിനും വേടൻ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമായാൽ ഈ കാര്യത്തിൽ വേടൻ പ്രതി തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. അതേസമയം സുപ്രീം കോടതിയുടെ മുൻ വിധി സൂചിപ്പിച്ചുകൊണ്ടാണ് കോടതിയിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്നുള്ള സാഹചര്യം ബലാത്സംഗ കേസുകളിൽ പെടുന്നില്ല എന്നുള്ളതാണ് വേടന്റെ അഭിഭാഷകൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ വേടന് ജാമ്യം, മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ്. എന്നിരുന്നാൽ പോലും നിരന്തരം വേടനെതിരെ പരാതികൾ വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സാഹചര്യമാണ്. അതുകൊണ്ടുകൂടി അതിനെ കോടതി എങ്ങനെ നിരീക്ഷിക്കുന്നു, എങ്ങനെ കാണുന്നു എന്നുള്ള ഒരു അവസ്ഥ കൂടി പരിഗണിച്ച ശേഷം മാത്രമേ വേടന്റെ മുൻകൂർ ജാമ്യത്തിൽ അന്തിമ തീരുമാനമാവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം വേടനെയും അതുപോലെ വേടന്റെ അഭിഭാഷകനെയും വേടനെതിരെ പരാതി നൽകിയിരുന്ന പെൺകുട്ടിയെയും
കോടതി കേട്ടിരുന്നു. ആ പെൺകുട്ടിയെ കൂടി കക്ഷി ചേർക്കണമെന്നുള്ള സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്, അതായത് ഇത്തരം കേസുകളിൽ അതിജീവിതയുടെ ഭാഗം നേരിട്ട് കേൾക്കണമെന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിജീവിതയെ കൂടി ഇന്നലെ കഴിഞ്ഞ ദിവസം കക്ഷി ചേർത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന് തെളിവുകൾ ഹാജരാക്കുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും. എന്നിരുന്നാൽ പോലും വേടൻ സ്ഥിരം കുറ്റവാളിയാണ്. ഇത്തരത്തിൽ വേടൻ പെൺകുട്ടികളെ ദുരുപയോഗപ്പെടുത്തുന്നത് തന്റെ ഫെയിം ഉപയോഗിച്ചും തന്റെ പ്രശസ്തി ഉപയോഗിച്ചും അവരുമായി സൗഹൃദത്തിലായ ശേഷം വേടൻ ഇത്തരത്തിൽ പെൺകുട്ടികളെ ദുരുപയോഗപ്പെടുത്തുന്നു. ഒരു പെൺകുട്ടി ദളിത് സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണവുമായി ബന്ധപ്പെട്ടാണ് ഈ വേടനെ സമീപിച്ചിരുന്നത്. ആ പെൺകുട്ടിയുമായി സൗഹൃദത്തിലായ ശേഷം അതിനെ ബലാത്സംഗം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. മറ്റൊരു പെൺകുട്ടി ഗായികയാണ്. അവരെയും ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് തന്നെയാണ് വേടനെതിരെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് മുൻപിൽ എത്തിയിരിക്കുന്ന പരാതി. അങ്ങനെ ഒരു സാഹചര്യം കൂടി വരുമ്പോൾ ഈ പരാതികൾ മുൻപും വേടന് ഇത്തരം ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് വേടനെതിരെ പരാതികൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി പരിഗണിച്ചിട്ടായിരിക്കും വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ തീരുമാനമാവുക. ഭവ്യ. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ പ്രതി റമീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചേക്കും. 5 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പോലീസിന്റെ തീരുമാനം. ഇന്നലെ അറസ്റ്റിലായ റമീസിന്റെ മാതാപിതാക്കളെയും സുഹൃത്ത് സഹദിനെയും റിമാൻഡ് ചെയ്തിരുന്നു. അവരെയും കസ്റ്റഡിയിൽ ഉടൻ ആവശ്യപ്പെടും. പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനും ആലോചിക്കുന്നുണ്ട്. മതപരിവർത്തനം അടക്കമുള്ള ആരോപണങ്ങൾ റമീസിനും മാതാപിതാക്കൾക്കും എതിരെയുണ്ട്. നവമി ദിനേശ് വിവരങ്ങൾ നൽകും. നവമി, ഗുഡ് മോർണിംഗ്. നമ്മളേറെ വേദനിപ്പിച്ചൊരു വാർത്തയാണ് ഈ കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യ. എന്തായാലും ആ കേസുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ റമീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിച്ചേ മതിയാകുള്ളൂ. 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഭവ്യ, 5 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കളും സുഹൃത്തും ഇന്നലെ അറസ്റ്റിലായ സാഹചര്യത്തിൽ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അവരെ റിമാൻഡ് ചെയ്തു. ഉടനെ തന്നെ അവരെയും കസ്റ്റഡിയിൽ വാങ്ങും. അതിനുശേഷം ഇവർ 4 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കാരണം ഈ നിർബന്ധിത മതപരിവർത്തനം അടക്കമുള്ള ആരോപണങ്ങളാണ് പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിലും ഒപ്പം ഈ കുടുംബം നൽകിയ പരാതിയിലുമൊക്കെ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് മതപരിവർത്തനം ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന ആരോപണങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ശേഖരിക്കേണ്ടിയിരിക്കുന്നു. വിശദമായ ചോദ്യം ചെയ്യൽ അതുകൊണ്ട് തന്നെ അനിവാര്യമാണ്. ആ രീതിയിലേക്കാണ് അന്വേഷണ സംഘം കടക്കുക. ഒപ്പം റമീസിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതുകൂടി ലഭിക്കണം. അതിൽ ചില മെസ്സേജുകൾ, ചില വോയിസ് ചാറ്റുകൾ ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത നിലയിൽ കൂടിയാണ്. ഇതെല്ലാം തിരിച്ചെടുത്ത് അതിന്റെ ഒരു പരിശോധനയും വിശദമായിട്ടുള്ള പോലീസിന് നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഒപ്പം ഈ കൂട്ടുകാരിയുടെ മൊഴിയും ഒരിക്കൽ കൂടി വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. ഇതോടെ 4 പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. 1-ാം പ്രതി റമീസാണ്. റമീസിന്റെ മാതാപിതാക്കളാണ് 2ഉം 3ഉം പ്രതികൾ. 4-ാം പ്രതിയായിട്ടുള്ള സുഹൃത്ത് സവാദിന്റെ പേരും ഈ പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിലുണ്ടായിരുന്നു. ഒപ്പം ഈ സിറോ മലബാർ സഭയും BJP അടക്കം മതപരിവർത്തനം അന്വേഷിക്കണം, കുടുംബത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തണം, നിർബന്ധിത മതപരിവർത്തനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവുകൾ മതപരിവർത്തനം നടന്നു എന്ന് കൃത്യമായിട്ട് തെളിവുണ്ടെങ്കിൽ മാത്രമായിരിക്കും ആ വകുപ്പുകൾ പ്രകാരവും കേസെടുക്കുക. ഇപ്പോൾ 2, 3, 4 പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. ഗൂഢാലോചന അടക്കമുള്ളവ ചുമത്തുവാൻ കഴിയുമോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കനത്ത മഴയെ തുടർന്ന് ഇടുക്കിയിലെ വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. മാട്ടുപ്പെട്ടി, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ അണക്കെട്ടുകളിൽ റെഡ് അലേർട്ടാണ്. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടർന്നാൽ ജില്ലയിലെ മിക്ക അണക്കെട്ടുകളും പരമാവധി സംഭരണശേഷിയിലേക്കെത്തും. കനത്ത മഴയാണ് സംസ്ഥാനത്ത്. 3 ജില്ലകളിൽ ഇപ്പോൾ തന്നെ അലേർട്ട് നൽകിയിട്ടുണ്ട്, ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. അതേസമയം ഇടുക്കിയിലെ വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നൊരു സാഹചര്യമാണുള്ളത്. മാട്ടുപ്പെട്ടി, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ അണക്കെട്ടുകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. സ്വാഭാവികമായും ഈ അണക്കെട്ടിൻ്റെ സമീപ പ്രദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ വലിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ ലഭ്യമായിരുന്നു. ഇത്തരത്തിൽ മഴ തുടരുകയാണെങ്കിൽ ജില്ലയിൽ
ജില്ലയിലെ മിക്ക അണക്കെട്ടുകളും പരമാവധി സംഭരണ ശേഷിയിലേക്ക് എത്തുമെന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ജാഗ്രത പാലിക്കുക. ഈ അണക്കെട്ടിന് സമീപത്തുള്ളവർ, നദീതീരത്ത് താമസിക്കുന്നവരെല്ലാവരും കൃത്യമായി ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കുക. തങ്ങളുടെ പ്രദേശത്ത് ഇത്തരത്തിൽ ക്യാമ്പുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അധികൃതരുമായി ബന്ധപ്പെടുക. പകൽ സമയങ്ങളിലടക്കം ഇത്തരത്തിൽ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കാനുള്ള ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഈ അണക്കെട്ടുകളിലൊക്കെ വലിയ റെഡ് അലേർട്ട് ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി ചേരുന്നു. പ്രിൻസ്, കനത്ത മഴയാണോ ഇടുക്കിയിൽ? ഇന്ന് മഴയ്ക്ക് അല്പ ശമനമുണ്ട്. ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. പ്രത്യേകിച്ചും തമിഴ്നാട് അതിർത്തിയോടുള്ള ഹൈറേഞ്ച് മേഖലകളിലെല്ലാം ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. രാവിലെ നേരത്തെ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും ഇപ്പോൾ കാലാവസ്ഥ മാറിയിരിക്കുന്നു. എന്തായാലും അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കൊക്കെ തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. കല്ലാർകുട്ടി, മാട്ടുപ്പെട്ടി, ലോവർ പെരിയാർ അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കി ഡൈവേഷണമായ ഇരട്ടയാറിലും കഴിഞ്ഞ ദിവസം റെഡ് അലർട്ട് വെള്ളം വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ഇരട്ടയാറിലെ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിലൊക്കെ മഴ വീണ്ടും ശക്തമായാൽ കൂടുതൽ ചെറുകിട അണക്കെട്ടുകൾ പരമാവധി സംഭരണ ശേഷിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ചും പൊന്മുടി, കല്ല, ഇരട്ടയാറിലുള്ള അണക്കെട്ടുകളിലൊക്കെ വെള്ളം വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും നിലവിൽ മഴ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇടുക്കിയിലുള്ളത്. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. ഇംഗ്ലണ്ടിൽ മികവ് കാട്ടിയെങ്കിലും ശുഭ്മാൻ ഗില്ലിനെ തൽക്കാലം T20 ടീമിലേക്ക് പരിഗണിക്കേണ്ടെന്നും സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും തന്നെ ഓപ്പണർമാരായി തുടരട്ടെയെന്നുമാണ് സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനമെന്നാണ് സൂചന. ബാക്കപ്പ് ഓപ്പണറായി യശസ്വി ജയ്സ്വാളും ടീമിലെത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ബാറ്റിംഗ് നിരയിൽ തുടരുമ്പോൾ ഹർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും ടീമിൽ സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. ജസ്പ്രീത് ബുംറ ഏഷ്യ കപ്പിൽ കളിക്കാൻ സന്നദ്ധത അറിയിച്ച പശ്ചാത്തലത്തിൽ ബുംറയ്ക്കൊപ്പം പ്രസിദ്ധ് കൃഷ്ണ, അർഷ്ദീപ് സിംഗ്, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി എന്നിവരടക്കം 13 പേർ ടീമിൽ സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇടവേള. തിരികെ വാർത്തയിലേക്ക്. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ നിർണായക ദൃശ്യങ്ങൾ പുറത്ത്. പ്രതി പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പ്രതി സന്ദീപ് പോലീസ് ഉദ്യോഗസ്ഥന്റെ തലയിൽ ആയുധം ഉപയോഗിച്ച് കുത്തുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. കേസിൽ സാക്ഷി വിസ്താരം തുടരുകയാണ്. വിനീഷ് വിവരങ്ങൾ നൽകും. വിനീഷ്, കേരളത്തെ ഞെട്ടിച്ചൊരു കൊലയായിരുന്നു ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസ്. ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ട നിർണായക ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങൾ. ഭവ്യ, വളരെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ പ്രദർശിപ്പിച്ച ദൃശ്യങ്ങളാണ്. ഈ സാക്ഷികൾ ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, 2023 മെയ് 10 ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെടുന്നത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായി ജോലി ചെയ്യുമ്പോഴായിരുന്നു അക്രമിയുടെ കുത്തേറ്റ് അതിദാരുണമായ അന്ത്യം സംഭവിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ജില്ലാ കോടതിയിലാണ് ഇതിന്റെ വിചാരണകൾ നടന്നു വരുന്നത്. ഇപ്പോൾ സാക്ഷി വിസ്താരമാണ് നടക്കുന്നത്. ഈ സാക്ഷികൾ ഈ ദൃശ്യങ്ങൾ തിരിച്ചറിഞ്ഞതോടുകൂടി കൂടുതൽ ഈ കേസിൽ ബലം ഉണ്ടായിരിക്കുകയാണ്, കൂടുതൽ വ്യക്തത വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ദൃശ്യങ്ങളൊന്നും തന്നെ മുൻപ് പുറത്തു വന്നില്ലായിരുന്നു. പോലീസ് കൃത്യമായി ഈ ദൃശ്യങ്ങൾ ശേഖരിച്ച് ഇതിന്റെ കേസുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങൾ പുറത്തു പോകാതെ കോടതിയിൽ ഹാജരാക്കിയ സാഹചര്യമായിരുന്നു ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് ഈ ദൃശ്യം അപ്പോൾ പുറത്തായിരിക്കുന്നത്. ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഇതിൽ മണിലാൽ എന്ന ഒരു പോലീസുകാരനും കുത്തേൽക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അക്രമി വലിയ രീതിയിലുള്ള ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞതിന് ഏറ്റവും കൂടുതൽ തെളിവുകളാണ് ഈ ഡിജിറ്റൽ തെളിവുകളായി ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. യൂണിഫോം ഇടുന്ന മണിലാൽ എന്ന ASI ആണ് അക്രമി കയ്യിൽ കരുതിയിരിക്കുന്ന കത്തി എടുത്ത് കുത്തിയതായിട്ട് കൃത്യമായി അത് കാണാൻ കഴിയും. അങ്ങനെ വലിയ രീതിയിലുള്ള ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന തരത്തിലേക്കുള്ള ഈ പ്രോസിക്യൂഷന്റെ വാദം ശരിവെക്കുന്ന തരത്തിലേക്കുള്ള ഡിജിറ്റൽ തെളിവുകളായിട്ടാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ഭവ്യ. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.
ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം അന്വേഷിക്കാൻ നിയമിച്ച പ്രത്യേക സംഘം ഇന്ന് കണ്ണൂരിലെത്തും. ജസ്റ്റിസ് CN രാമചന്ദ്രൻ, മുൻ DGP ജേക്കബ് പുന്നൂസ് എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. 2 ദിവസമാണ് സന്ദർശനം. ഉന്നത ജയിൽ ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴിയെടുക്കും. മുഴുവൻ ജീവനക്കാരോടും ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാരിന് സമിതി റിപ്പോർട്ട് നൽകും. സംസ്ഥാനത്തെ 4 പ്രധാന ജയിലുകളിലും സമിതി സന്ദർശിക്കും. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. മറ്റ് ദേശീയ വാർത്തകളിലേക്ക് നോക്കാം. ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ ഇന്നറിയാം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിന് ശേഷമാകും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. ഇന്നലെ പ്രമുഖ നേതാക്കൾ നടത്തിയ ചർച്ചയിൽ നിരവധി പേരുകൾ ചർച്ചയായി. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നറിയേണ്ടത് ഇനി ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരാവുന്നതായിരിക്കും? ആർക്കൊക്കെയാണ് സാധ്യതകളുടെ? ആരുടെയൊക്കെ പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്? മിഥുൻ. ഭവ്യ, സ്ഥാനാർത്ഥി ചർച്ചകൾ അതിൻ്റെ അന്തിമ പട്ടികയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം ചേരുന്നത്. ഇന്നലെ യോഗം ചേർന്നപ്പോൾ അതൊരു ധാരണയിലേക്ക് എത്താൻ സാധിച്ചില്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ DMK സ്വാഭാവികമായും ഇത്തരത്തിൽ NDയുടെ സ്ഥാനാർത്ഥി തമിഴ്നാട്ടിൽ നിന്നായതുകൊണ്ട് തന്നെ DMK ഇത്തരത്തിലൊരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി തങ്ങൾ മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥിയെ വെക്കണമെന്നുള്ളൊരു ആവശ്യമാണ് DMK നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് അംഗീകരിക്കാൻ തന്നെയാണ് ഒരു പരിധിവരെ സാധ്യതയെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ അണ്ണാദുരൈയുടെ പേരടക്കം പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാരണം ഒരു രാഷ്ട്രീയക്കാരനല്ലാത്ത മറ്റൊരു വ്യക്തിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ അണ്ണാദുരൈയുടെ പേര് സജീവമായി തന്നെ പരിഗണനയിലേക്ക് വരികയും ചെയ്യും. മുൻ സുപ്രീം കോടതി ജഡ്ജിമാരുടെ പേരുകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് തുഷാർ ഗാന്ധിയുടെ പേരാണ്. തുഷാർ ഗാന്ധിയിലേക്ക് കൂടി ഈ സ്ഥാനാർത്ഥിത്വം വരുമെന്നുള്ള കാര്യം അത്തരത്തിലുള്ളൊരു വ്യക്തത കൂടി ഇനി വരേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് TMC ഇക്കാര്യത്തിൽ, പ്രത്യേകിച്ച് മമതാ ബാനർജി ഇക്കാര്യത്തിൽ അനുനയിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. മമതാ ബാനർജിയുടെ തീരുമാനം അത് വളരെ നിർണായകമാണ്. അവരെ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ അനുനയിപ്പിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ തന്നെയാണ് ഇത്തരത്തിൽ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ തീരുമാനം എന്നുള്ളത് തന്നെയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് സംബന്ധിച്ചുള്ള നിർണായക യോഗം നടക്കുന്നത്. ഇന്ന് തന്നെ അതിനുശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഒരു രാഷ്ട്രീയം എന്ന രീതിയിൽ രാഷ്ട്രീയപരമായി ഈ ഒരു വോട്ടിങ്ങിലൂടെ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കട്ടെ, ഇലക്ഷൻ നടന്ന് തിരഞ്ഞെടുക്കട്ടെ എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഇന്ത്യ സഖ്യമുള്ളത്. കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം തന്നെ MK സ്റ്റാലിൻ അടക്കമുള്ള നേതാക്കളെ ഫോണിൽ വിളിച്ച് ഇത്തരത്തിൽ ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു. പിന്തുണയ്ക്കണം, ഏകകണ്ഠേനമായി ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കണമെന്നുള്ള കാര്യത്തിൽ അതിലൊപ്പം നിൽക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് നിരാകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ അനുഭവപൂർണ്ണമായിട്ടുള്ള ഒരു നടപടിയും പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ ഇടയില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റു നേതാക്കളെയും ഇന്ന് രാജ്നാഥ് സിംഗ് ഈ ഒരു ഫോണിൽ വിളിച്ച് സംസാരിക്കും, അഭ്യർത്ഥന നടത്തുകയും ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ശക്തമായ നിലപാടോടുകൂടി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ തീരുമാനം. ഒരുപക്ഷെ തോൽവി ഉറപ്പാണ് എങ്കിൽ പോലും തന്നെ ശക്തമായ ഒരു മത്സരം ഇക്കാര്യത്തിൽ നടക്കട്ടെ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ വിപ്പ് നൽകാൻ സാധിക്കാത്ത പശ്ചാത്തലത്തിൽ ഈ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും കൂടുതൽ ആളുകളെ കൂടി ഈ ഇത്തരത്തിൽ തങ്ങളുടെ ഭാഗമായി വോട്ട് രേഖപ്പെടുത്താനാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് NDA കണക്ക് കൂട്ടുകയും ചെയ്യുന്നത്, കേന്ദ്ര സർക്കാർ കണക്ക് കൂട്ടുകയും ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ രാഷ്ട്രീയ പോരിലേക്ക് കൂടി പോകുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് വൈകിട്ടോടെ ഉണ്ടാകുമെന്നാണ് ഭവ്യ പ്രതീക്ഷിക്കുന്നത്. ശരി. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര 3-ാം ദിവസത്തിൽ ബസർഗഞ്ചിലെ പുനാമയിൽ നിന്നാണ് ഇന്നത്തെ പര്യടനം ആരംഭിക്കുക. അതേസമയം SIRൽ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിഷേധിക്കും. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകുന്ന വിഷയത്തിൽ ഇന്ന് ചർച്ച നടക്കും. MG മിഥുൻ വിവരങ്ങൾ നൽകും. മിഥുൻ, വിശദാംശങ്ങൾ. ഭവ്യ, പാർലമെന്റിൽ അല്പസമയത്തിനകം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ചേരും. ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഈ യോഗത്തിൽ പ്രധാനമായും ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളെല്ലാം തന്നെ പാർലമെന്റിന്റെ കവാടത്തിന് മുന്നിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധിച്ച പോലെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും. അതിനുശേഷം പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ ലോക്സഭയിലും ഒപ്പം തന്നെ രാജ്യസഭയിലും ഈ SIR വിഷയവും ഒപ്പം തന്നെ വോട്ട് ചോരി അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിഷയം ചർച്ചയ്ക്കെടുക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് വലിയ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യും പാർലമെന്റിലെ ഇരുസഭകൾ എന്നുള്ളത് തന്നെയാണ്. ഇനി 2 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ പാർലമെന്റ് സമ്മേളനം അവസാനിക്കാൻ. പക്ഷേ ഈ നാളിതുവരെയായിട്ട് ചേർന്നിട്ടുള്ള ഈ പാർലമെന്റ് സമ്മേളനത്തിലുടനീളം പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമാവുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഇന്നും സമാനമായ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതേസമയം ഈ വോട്ടർ അധികാർ യാത്ര രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ തേജസ്വി യാദവും നയിക്കുന്ന ബീഹാർ
ബീഹാറിലൂടെ നയിക്കുന്ന ആ യാത്ര അത് 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. രാവിലെ ഈ ഹനുമാൻ ക്ഷേത്രം അടക്കം ബീഹാറിലെ ഹനുമാൻ ക്ഷേത്രം അടക്കം സന്ദർശിച്ചുകൊണ്ടാണ് നേതാക്കൾ ഇന്നത്തെ പര്യടനം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഓരോ വോട്ടർമാരിലേക്കും എത്തി ഈ വോട്ടിലെ കൊള്ള ആരോപണം അടക്കം കൃത്യമായി ബോധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. യാത്രയിലുടനീളം കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ വലിയ ജനപിന്തുണയാണ് ഈ യാത്രയ്ക്ക് ലഭിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇനി ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ശക്തമായി തന്നെ ഈ വിഷയം മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നേതാക്കളുടെ തീരുമാനം. ഈ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഓരോ ദിവസവും നടക്കുന്ന ഈ അവസാനം സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പാട്നയിലാണ് ഈ യാത്ര സെപ്റ്റംബർ 1-ന് അവസാനിക്കുന്നത്. ആ സമയത്ത് വലിയൊരു മഹാറാലി എന്ന രീതിയിൽ ഒരു ഇന്ത്യ സഖ്യത്തിന്റെ ഐക്യം കൂടി വിളിച്ചോതുന്ന തരത്തിൽ എല്ലാ നേതാക്കളെയും പങ്കെടുപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം നീങ്ങുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ വോട്ട് ചോരിയ വിഷയത്തിൽ മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടി അടക്കം പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം ആലോചിച്ചിരുന്നു. അക്കാര്യത്തിൽ വോട്ട് തേടുക എന്നുള്ളതാണ്. കൂടുതൽ പേരുടെ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിലൊരു അടുത്ത നീക്കത്തിലേക്ക് കടക്കാനുള്ളതെന്നുള്ളത് തന്നെയാണ്. അതായത് പാർലമെന്റിൽ ഇരു സഭകളിലും ഇത് സംബന്ധിച്ച് ഇംപീച്ച് ചെയ്യുന്ന നടപടിയിൽ ചോദ്യം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ നോട്ടീസ് നൽകാനൊരു തീരുമാനത്തിലേക്ക് കൂടി എത്തുമെന്നുള്ളതാണ്. അക്കാര്യത്തിലും ഇന്നത്തെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ ഒരു അന്തിമ ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ബീഹാറിലും ഡൽഹി കേന്ദ്രീകരിച്ചും ശക്തമായ വ്യാപകമായ പ്രതിഷേധത്തിന് തന്നെയാണ് ഇന്ത്യ സഖ്യം കോപ്പുകൂട്ടുന്നത്. ശരി, എം ജെ മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്രധാന അധ്യാപകൻ കർണപുടം അടിച്ചു പൊട്ടിച്ചുവെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. പ്രധാന അധ്യാപകർ അശോകനെതിരെയാണ് ബേഡകം പോലീസ് കേസെടുത്തത്. എന്തോ കാര്യം മാഷ് പറഞ്ഞു നീ ഇവിടെ നിൽക്ക്, പിന്നെ TC വാങ്ങിയിട്ട് പോയിക്കോർന്നു. അപ്പോൾ എന്നിട്ട് പിന്നെ ഓഫീസിലേക്ക് വിളിച്ചു. അപ്പോൾ തന്നെ അവിടെ നിൽക്കാറിന് അസംബ്ലി കഴിഞ്ഞിട്ടാകുമ്പോൾ ഓഫീസിലേക്ക് വിളിച്ചു. ഓഫീസിലേക്ക് വിളിച്ച് വീട്ടിൽ ആരെല്ലാം ഉണ്ട്, പിന്നെ നീ എപ്പോൾ വരുന്നേ എവിടുന്ന് വരുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് ചായയും അടിയും മേടിച്ചു വന്നു. ഞാൻ വേണ്ടാറിന് താമസിച്ചിട്ടാണ്. അപ്പോൾ ഇത് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 14-ാം തീയതിയാണ് സ്കാൻ ചെയ്തത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിയായിട്ടുണ്ടാവും സ്കാൻ ചെയ്യുമ്പോൾ. എന്നിട്ട് 16-ാം തീയതി റിപ്പോർട്ട് കാണിച്ചത്. 16-ന് 15-ാം തീയതി ഡോക്ടർ ലീവായിരുന്നു. അങ്ങനെ 16-ന് കാണിച്ചിട്ടായിട്ടാകുമ്പോൾ പറഞ്ഞു ഇത് ജലദോഷം വരാൻ പാടില്ല, ചുമക്കാൻ പാടില്ല, പിന്നെ ഇങ്ങനെ വെള്ളമൊന്നും കയറാൻ പാടില്ല, ഒരു 6 മാസം നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ആയാൽ അല്ലെങ്കിൽ ഇത് വരും എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ആക്കേണ്ടി വരും, അങ്ങനെ വെള്ളം ഒന്നും കയറിയാൽ ഓപ്പറേഷൻ ആക്കേണ്ടി വരും എന്ന് പറഞ്ഞു. KV ബൈജു വിവരങ്ങളുമായി ചേർന്നു. ബൈജു, ഇത് ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ്. എന്തായാലും അതിൽ നടപടി ഉണ്ടായിരിക്കുന്നു. പ്രധാന അധ്യാപകനെതിരെ പോലീസ് കേസ് എടുത്തിരിക്കുന്നു അല്ലേ? തീർച്ചയായും ആര്യ. ഭവ്യ, BNS 126/2 1152 അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 75 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ബേഡകം പോലീസ് ഇതിൽ കേസെടുത്തിരിക്കുന്നത്. കുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിനു പുറമെ DDE TV മധുസൂദനൻ വിദ്യാർത്ഥിയിൽ നിന്നും അതുപോലെ തന്നെ സ്കൂളിലെ സീനിയർ അസിസ്റ്റന്റ്, ക്ലാസ് അധ്യാപിക, കുട്ടിയുടെ അമ്മ എന്നിവരിൽ നിന്നും തെളിവെടുപ്പും പൂർത്തിയായിട്ടുണ്ട്. ഈ സംഭവം ഇപ്പോൾ ജനറൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് അന്വേഷണ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഇടപെട്ടിരുന്നു. ഈ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം കൂടുതൽ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ആ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി എന്താണെന്ന് ഇന്ന് തന്നെ അറിയാൻ സാധിക്കും. ഇതിനിടയിൽ തന്നെ ബാലാവകാശ കമ്മീഷനും വിഷയത്തിൽ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സ്വമേധയാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. അതിന് പുറമെ ഇന്ന് ബാലാവകാശ കമ്മീഷൻ കുട്ടിയുടെ വീട്ടിലെത്തി വിശദമായ മൊഴി കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും തിങ്കളാഴ്ച, അതായത് 11-ാം തീയതിയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. സ്കൂൾ അസംബ്ലിക്കിടെ ഈ കുട്ടിയെ ഈ അധ്യാപകൻ അടിക്കുകയായിരുന്നു. അടിച്ചതിന് ശേഷം ഈ കുട്ടി ചെവിയിലെ കർണപുടം പൊട്ടിയെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ വലിയ തോതിലുള്ള നടപടി വരുന്നു. ഈ അധ്യാപകനെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്ന ആവശ്യമായിട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്. ഭവ്യ, ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. 9 മണി വാർത്തയുടെ സമയം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ടെൻസ് കാണാം. ന്യൂസ് ടെൻസിൽ വാർത്തകൾ വിശദമായി ചർച്ച ചെയ്യും. മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.